ഹലോ, എൻ്റെ പേര് റിയ. ഞാൻ ജർമ്മനിയിൽ നിന്നാണ്. ഞാൻ ഈ വർഷം സെപ്റ്റംബറിൽ റോമിന് പോയതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ യൂട്യൂബ് വീഡിയോ. സോ വെൽക്കം. റോം ഇസ് എ സിറ്റി അലൈവ് വിത്ത് ഹിസ്റ്ററി ആൻഡ് ബ്യൂട്ടി. റോമിൻ്റെ ഏത് കോർണർ പോയി നോക്കിയാലും ഭയങ്കര റിച്ചാണ്. ഓരോ സ്ട്രീറ്റ്സിനും ഓരോ ഭക്ഷണത്തിന് പോലും പറയാൻ ഒരു കഥയുണ്ടാവും. ബട്ട് ഫോർ മീ ദിസ് ജേർണി വാസ് നെവർ ജസ്റ്റ് അബൌട്ട് റോം. 2020 എൻ്റെ പേരൻസ് അസീസിയിൽ പോയപ്പോൾ കാർലോ അക്യൂട്ടസിൻ്റെ ടൂമ്പിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. അന്ന് അവർ നേർന്ന നേർച്ച ഇതായിരുന്നു: ഞാൻ എൻ്റെ പഠനം കംപ്ലീറ്റ്ലി നന്നായി പൂർത്തിയാക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കാനനൈസേഷൻ നടക്കുന്ന ദിവസം അല്ലെങ്കിൽ കാർലോയിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ റോമിലെത്തുമെന്നുള്ളതായിരുന്നു. എൻ്റെ അമ്മയുടെ അന്നത്തെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം, അതായത് 2022 കാർലോ അക്യൂട്ടസിൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരമുണ്ടായിരുന്നു. അന്ന് കാർലോ അക്യൂട്ടസിൻ്റെ അമ്മ കാർലോ അക്യൂട്ടസിനുണ്ടായിരുന്ന ദൈവഭക്തി, വിശ്വാസം, സ്നേഹം എന്നിവ ഉള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കാർലോനെ എങ്ങനെ വിശുദ്ധനാക്കി മാറ്റി എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം വളരെയധികം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. അന്ന് ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ ഒരുക്കിയിട്ടുണ്ടാവണം. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 6 റോമിലെത്തി. സെപ്റ്റംബർ 7 രാവിലെ 5:30 ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആയിരങ്ങളുടെ ഒപ്പമാണ് ഞാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മൂവ് ചെയ്തത്. ദ സിറ്റി ട്രൂലി ഫെൽറ്റ് ഡിഫറെൻറ്റ് ദാറ്റ് മോർണിംഗ്. ആക്ച്വലി എൻ്റെ ഉള്ളിലും എൻ്റെ ചുറ്റുമുള്ളവരുടെ ഉള്ളിലും ഒത്തിരി ആൻറ്റിസിപ്പേഷനും ഒത്തിരി സന്തോഷമുള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ശരിക്കും ആലോചിക്കുകയായിരുന്നു, സഭ എന്തിനാണ് ഇങ്ങനൊരു സെറിമണി നടത്തുന്നതെന്ന്. സഭ ഈ സെറിമണി നടത്തുമ്പോൾ ചെയ്യുന്നത് ഒരു വ്യക്തി വിശുദ്ധനായി ജീവിച്ചു എന്നാണ് പ്രഖ്യാപിക്കുന്നത്. അതുവഴി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ നോക്കി അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് മെയിൻലി. ഞാനിവിടെ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇരിക്കുകയാണ്. ഒത്തിരി മണിക്കൂറുകളുടെ ക്യൂവിന് ശേഷം ഫൈനലി അകത്ത് കയറി. ആൻഡ് ഇനിയും 1 മണിക്കൂർ കൊണ്ട് പോകാനുണ്ട് കാനനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഡ്യൂറിങ് ദ വെയിറ്റിംഗ് ടൈം ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു ഹൗ ദിസ് ഹോൾ തിങ് വർക്ക്സ്. ഒരാൾ കാനനൈസ്ഡ് ആവണമെങ്കിൽ 4 സ്റ്റെപ്സ് വഴിയാണ് ആൾ കടന്നു പോകേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പാണ് സെർവൻറ്റ് ഓഫ് ഗോഡ്, ദൈവദാസൻ. അതിനുശേഷം വെനറബിൾ അല്ലെങ്കിൽ ധന്യൻ. അതിനുശേഷം വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ബ്ലെസ്ഡ്. പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് സെയിൻറ്റ് അല്ലെങ്കിൽ വിശുദ്ധൻ. ഇതിലെ ഒരാളുടെ സെയിൻറ്റ്ഹുഡിലോട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെർവൻറ്റ് ഓഫ് ഗോഡിൽ നിന്നാണ്. അതിനുശേഷം അവരുടെ ജീവിതങ്ങളിൽ, ഈ വ്യക്തികളുടെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ധീരമായി അവരെ എടുത്ത ഒരു ക്രിസ്ത്യൻ പുണ്യം അല്ലെങ്കിൽ വേർച്ച് സഭ കണ്ടുപിടിക്കും. ആൻഡ് അതിനുശേഷം ഒരു അത്ഭുതം പെർസ്പെക്റ്റീവ് വ്യക്തിയുടെ മധ്യസ്ഥം മൂലം സംഭവിക്കുന്ന ഒരു മേജർ അത്ഭുതത്തിന് ശേഷമാണ് അവരെ വാഴ്ത്തപ്പെട്ടവനാക്കുന്നത്. അത് കഴിഞ്ഞ് അതിലും അല്ലെങ്കിൽ സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുപോലെ ഒരു മിറക്കിൾ നടക്കുമ്പോഴാണ് അവർ വിശുദ്ധനാക്കുന്നത്. പെർജോജിയോ ഫ്രിസാറ്റി എന്ന് പറയുന്ന ഇന്ന് വിശുദ്ധനാകാൻ പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സഭ കണ്ട ഒരു പുണ്യം എന്ന് പറയുന്നത് പാവങ്ങളോടുള്ള സ്നേഹവും സുവിശേഷം അനുസരിച്ച് ജീവിക്കാനുള്ള തീക്ഷ്ണതയുമായിരുന്നു. കാർലോ അക്യൂട്ടസിന്റെ ജീവിതത്തിൽ കണ്ടത് ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും ദൈവവിശ്വാസവും ആയിരുന്നു കാർലോയിൽ ഏറ്റവും കണ്ട ഗുണം ആൻഡ് സ്പ്രെഡിങ് ഓഫ് ദ ഗോസ്പൽ. ഈ വെയിറ്റിങ്ങിനിടയിൽ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു എൻ്റെ പേരൻസ് കാർലോ അക്യൂട്ടസിൻ്റെ ടൂമ്പിൽ പോയതും കാർലോ അക്യൂട്ടസിൻ്റെ അമ്മയോട് ഞാൻ സംസാരിച്ചതൊക്കെ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന്. This opportunity to talk or to ask the question to a saint's mom. So only he did many miracles, not the only one that is the one that we choose among. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരെയും ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ അൾത്താരയിലേക്ക് വന്നു. മാർപ്പാപ്പ വന്നപ്പോൾ തന്നെ ക്രൗഡിൻ്റെ മൂഡ് മൊത്തത്തിലൊന്ന് മാറി. എല്ലാവരും ഭയങ്കര ജോയ്ഫുള്ളായിട്ട് കൈകൾ കൊട്ടുകയും ഒത്തിരി സന്തോഷത്തോടെ ഫ്ലാഗുകൾ വേവ് ചെയ്യുകയൊക്കെ ചെയ്തു. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മണി മുഴങ്ങി. പരിശുദ്ധ കുർബാനയ്ക്ക് സമയമായി. കാനനൈസേഷൻ സെറിമണി എപ്പോഴും നടക്കാറുള്ളത് കുർബാനയ്ക്ക് മധ്യയാണ്. ഇത് ഒരു ഇവൻ്റ് മാത്രമായിരുന്നില്ല. ഇറ്റ് വാസ് വർഷിപ്പ്. ഇറ്റ് വാസ് ഹെവൻ മീറ്റിംഗ് എർത്ത്.
കുർബാന മധ്യേ പ്രസംഗത്തിന് തൊട്ട് മുൻപാണ് മാർപ്പാപ്പ ഇരുവരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. ആ സമയത്ത് ഞാൻ ക്യാമറകൾ ഓഫ് ചെയ്ത് നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്സ് ഈ വീഡിയോയിലില്ല. മാർപ്പാപ്പ അന്നത്തെ പ്രസംഗത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ഇവരെങ്ങനെ ഇവരുടെ നോർമൽ ലൈഫ് വഴി, യുവത്വം വഴി ഈശോനെ മഹത്വപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ ഹോളിനെസ്സിലേക്ക് അത്രയും വിശുദ്ധിയുള്ള ജീവിതം എങ്ങനെ നയിച്ചു എന്നൊക്കെ ആയിരുന്നു. മാർപ്പാപ്പ അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കാർലോ ക്യൂട്ടിസിൻ്റെ പേരൻസിനെയും സഹോദരങ്ങളെയും പ്രസംഗത്തിൽ അക്നോളജ് ചെയ്യുകയും ചെയ്തിരുന്നു. Then came the Holy Communion. ആയിരങ്ങൾ അവിടെ നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോഴൊക്കെ ആ സൈലൻസിൽ എൻ്റെ ഹൃദയത്തിലൊരു സെലിബ്രേഷൻ നടക്കുകയായിരുന്നു. കാരണം ഈശോയിനെയും ദിവ്യകാരുണ്യത്തെയും അത്രയധികം സ്നേഹിച്ച രണ്ട് യുവാക്കന്മാരുടെ കാനനൈസേഷൻ മാസിലാണ് അവരെ പോലെ തന്നെ കുർബാന സ്വീകരിച്ച് സൈലൻസിലായിരുന്നു മൊത്തം ക്രൗഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുർബാന അവസാനിച്ചു. കുർബാനയുടെ തുടക്കത്തിൽ മാർപ്പാപ്പ ഞങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ തന്നെ മാർപ്പാപ്പ കുർബാനയ്ക്ക് ശേഷം പാപ്പ മൊബൈലിൽ ഞങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി ക്രൗഡിലേക്ക് വന്നു. എൻ്റെ തൊട്ടു മുന്നിൽ കൂടെ മാർപ്പാപ്പ കടന്നുപോയി. ആൻഡ് ദാറ്റ് ക്ലോസ്നെസ്, ദാറ്റ് സ്മൈൽ, ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ പേഴ്സണൽ ബ്ലെസ്സിങ്. കാനനൈസേഷന് ശേഷം ഞാൻ പോയത് വത്തിക്കാൻ പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു. എൻ്റെ കൂടെ അന്ന് കാനനൈസേഷനിൽ പങ്കെടുക്കാൻ സാധിക്കാഞ്ഞവർക്ക് പ്രത്യേകം കാർഡ് അയക്കണം എന്ന് എനിക്ക് തോന്നി. ആൻഡ് കാനനൈസേഷൻ സ്പെഷ്യൽ കാർഡ്സ് അവിടെ അന്നുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് എസ്പെഷ്യലി ആരോഗ്യ കാരണങ്ങളാൽ പെട്ടെന്ന് ഈ യാത്ര മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ അവൾക്കും എൻ്റെ പേരൻസിനും ഞാൻ 2 കാർഡ്സാണ് അയച്ചത്. ഹായ് എവ്രി വൺ, ഞാൻ കാനനൈസേഷൻ കഴിഞ്ഞിട്ട് റോം ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം എൻ്റെ റൂമിലോട്ട് പോവാണ്. ഞാൻ ഇന്ന് ഒരു പ്രതീക്ഷകളും ഇല്ലാതെയാണ് ഈ ഇവൻറ്റ് അല്ലെ സെറിമോണി കൂടിയത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ദിവസമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ശരിക്കും ഒരു പിൽഗ്രിമിനെ പോലെയാണ് റൂമിലെ എല്ലാ പള്ളികളും വഴി പോയതും കാനനൈസേഷനിൽ പങ്കെടുത്തതും. എനിക്ക് വളരെ വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. I just wanted to record this to, document my current feeling of the day. I'm very grateful to God, and എനിക്ക് ശരിക്കും holiness is possible for all, holiness is for all എന്നൊക്കെ തോന്നിപ്പോയൊരു ദിവസമാണെന്ന്. That's all. റോം എന്ന സിറ്റി എന്നും ഓർക്കപ്പെടുക അതിൻ്റെ ബ്യൂട്ടി ആൻഡ് ഹിസ്റ്ററി കാരണമാണ്. പക്ഷെ this time for me it was more than beauty, it was faith fulfilled. 2020 എൻ്റെ പേരൻസ് കാർലോ ക്യൂട്ടിസിനോട് പ്രാർത്ഥിച്ചത് തൊട്ട് 2022 കാർലോ ക്യൂട്ടിസിൻ്റെ അമ്മയോട് സംസാരിച്ചതും അതിൻ്റെ ഒപ്പം ഇന്ന് 2025 റോമിലായിരിക്കുന്നതും I see how God weaves our lives into his greater story.